നിങ്ങളിപ്പം ജോലിയിൽ ഇരിക്കുന്ന ആളാണല്ലേ? അല്ല, ബിസിനസ്സാ. ഇരിക്കുന്നോളൂ. അത് പാറ്റന്റ് കുറെ നിയമം പോടാ നിയമങ്ങളുണ്ടല്ലേ? അല്ല, ഓൾറെഡി ആണ്. ഞാൻ ഇവിടെ വന്നപ്പോ നാഗേനെ കാണണമെന്ന് കുറെ നാളായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം ഒഴിപോലെ കാണാമെന്ന് വിചാരിച്ചു. അപ്പൊ നേരം ഞാൻ ഇന്ന് വന്നപ്പം ഈ പരിസരത്തുള്ളവർ പറയണേ എന്തിനാ അവിടെ പോണേ, ഇവിടുന്നാ പറഞ്ഞേ എന്നാ. അപ്പൊ എനിക്ക് വാശി തോന്നിയപ്പോ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. ആളെ കണ്ടു, സംസാരിച്ചു. ഞാൻ 4 സംസ്ഥാന അവാർഡുകൾ വാങ്ങിച്ച ആളാണ്. പിന്നെ എനിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്. BA എക്കണോമിക്സ് ആണ്. പിന്നെ DAHC അക്യുപ്രഷർ, അക്യുപഞ്ചർ, മർമ്മ ചികിത്സ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ 23 വർഷമായി ഈ തൊഴിൽ ചെയ്യുന്നു. ഇന്നുവരെ തൊഴിൽ സംബന്ധമായിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. സ്ത്രീകളും പുരുഷന്മാരും പലരും ചികിത്സിക്കുന്നു. സ്ത്രീകൾ അധികം അവരുടെ ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ കയ്യോ കാലോ മാത്രമാണ് അക്യുപ്രഷർ ചെയ്യുന്നത്. കയ്യിലോ കാലിലോ മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുന്നു. ഒരാളെ തരം താഴ്ത്താനായിട്ട് പലരും എത്രത്തോളം ഒരാൾ ശ്രമിക്കുന്നു അത്രത്തോളം അയാൾ വളരും. അത് മനസ്സിലാക്കുന്ന ആൾക്കാർ. കാര്യം അറിയാതെ ആരെക്കുറിച്ചും നമ്മൾ മോശമായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല. ഞാനിവിടെ നിർത്തുന്നു. നമസ്കാരം. അപ്പോഴേ ഇരുന്നോളൂ. അപ്പോഴ് വഴി ചോദിച്ചപ്പോ ആർക്കും അറിയില്ലെന്ന് പറഞ്ഞു. ഈ പരിസരത്തൊക്കെ തന്നെ ഉള്ളവരല്ലേ? ഇതിന്റെ അടുത്ത് വന്നല്ലേ ചോദിച്ചത്? ആർക്കും അറിയില്ല എന്തിനാ അവിടെ പോണം, അതാണ് ഇതാണ്. അവര് എന്താ പറയാ, അപ്പൊ അത് ആ പ്രതികരണം കാണുമ്പോ തന്നെ നമ്മൾ തിരിച്ചു പോണം. ഓണാണ്. പ്രതികരണം കാണുമ്പോ തന്നെ നമ്മൾ തിരിച്ചു പോണം. അതാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ ഇപ്പോൾ മനസ്സിലായോ? ഓരോ മനുഷ്യന്റെ സൈക്കോളജിയാണ്, ഓരോ മനുഷ്യന്റെ സ്വഭാവങ്ങള്. അപ്പോൾ അവരത്തരത്തിലുള്ള കാര്യം പ്രവർത്തിക്കുമ്പോൾ ഈ ആളുകൾ മറ്റെവിടെ ചെന്നാലും അവർക്ക് അതേ അനുഭവങ്ങളായിരിക്കും ഉള്ളത്. അതെ, തീർച്ചയായിട്ടും. മനസ്സിലായോ? അതേ അനുഭവം. സംശയമാണ്. അപ്പോൾ ഇവിടെയുള്ള ഇങ്ങോട്ട് ഈ വരുന്ന ആളുകള് തൊട്ട വീടിനടുത്തുള്ളവരല്ലേ പറഞ്ഞ അറിയില്ലെന്ന്. അപ്പൊ നിങ്ങൾക്ക് ആ ആളിനെ നിങ്ങൾക്ക് നല്ല ഓർമ്മയും കാഴ്ചപ്പാടും ഒക്കെ ഉണ്ട്. അവരെ ഇനി എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾക്കറിയാം. അറിയാം. അപ്പൊ നിങ്ങളിത് നിങ്ങൾ മാത്രമല്ല വരുന്നവർക്കെല്ലാം അറിയാം. അപ്പോൾ ഈ ആളിനെ ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്ത് ചെന്നാലും നിങ്ങളെപ്പോലുള്ളവർ അവരെ അങ്ങനെ കാണുള്ളൂ. അത് പക്ഷെ അവര് മനസ്സിലാക്കുന്നില്ല. അതെ. മാത്രമല്ല ഇതിന്റെ ഏറ്റവും വലിയ സൈക്കോ, ഒരാളെ ആരൊക്കെ തരം താഴ്ത്തിയാലും അയാൾ ഉയരുകയാണ്. സോക്രട്ടീസിന് വിഷം കൊടുത്തു കൊന്നു. ഹംലക്ക് എന്ന ചെടിയുടെ വിഷം കൊടുത്താണ് സോക്രട്ടീസിനെ കൊന്നത്. പിന്നെ സോക്രട്ടീസിന്റെ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുകയാണ്. വലിയൊരു ഫിലോസഫറായിട്ട് അംഗീകരിച്ചു. യൂണിവേഴ്സിറ്റികളിലെ സോക്രട്ടീസിന്റെ തത്വചിന്ത പഠിപ്പിക്കുന്നു. ആദ്യം കൊല്ലും, പിന്നെ പഠിപ്പിക്കും. അതാണ് നമ്മുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കൾച്ചർ. അതിന് മാറ്റം വേണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. ഞാൻ പല വ്യക്തികളെ പോയി കാണുന്നതും. അപ്പോഴേ ഞാനും ഇതുപോലെ പറയാറുണ്ട്, ഇവിടേക്ക് വരുന്നത് നല്ല ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസവും ഉള്ളത് വരാം. കാരണം എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, ഹൈ ക്വാളിറ്റി വിദ്യാഭ്യാസമുണ്ട്, നല്ല വിവേകമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് എൻ്റേത് അതേ ലെവലുള്ളവരുമായിട്ട് മാത്രമേ ഞാൻ സൗഹൃദത്തിൽ ഏർപ്പെടുള്ളൂ. അത്രയും കഴിവും കാര്യങ്ങളുമായിട്ടുള്ളവരോട് മാത്രമേ എനിക്ക് മിണ്ടാനും പറയാനും ഒക്കെ പറ്റുള്ളൂ എന്ന്. അപ്പോൾ പണ്ടും ഇങ്ങനെയായിരുന്നു, ഇപ്പോഴും ഇങ്ങനെയായിരുന്നു. ധാരാളം പഠിച്ച ഒരാളാണ്. അത് കലകളായാലും വിദ്യാഭ്യാസമായാലും എന്തായാലും. പിന്നീട് ആളുകളുടെ പെരുമാറ്റത്തിലൂടെയൊക്കെയാണ് ഞാൻ സ്വയം മനസ്സിലാക്കിയതാണ്, വിദ്യാഭ്യാസം ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ആർക്ക്? എനിക്കല്ല, മറ്റുള്ളവർക്ക്. മറ്റുള്ള ആളുകൾ വിദ്യാഭ്യാസം ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്ന്. എനിക്കില്ല, ഞാൻ വിദ്യാഭ്യാസം ചെയ്തതിനുള്ള അറിവും ബോധവും എനിക്കുണ്ട്. പക്ഷെ മറ്റുള്ളവർ വിദ്യാഭ്യാസം ചെയ്തിട്ടും മാറ്റമില്ല. അവർ പേന വാങ്ങിക്കാൻ കാശ് കളഞ്ഞു, പേപ്പർ വാങ്ങിക്കാൻ കാശ് കളഞ്ഞു, അക്ഷരങ്ങൾ വെറുതെ പഠിച്ചെടുക്കാൻ വർഷങ്ങൾ കളഞ്ഞു. പിന്നെ അത്ര വർഷത്തോളം വിദ്യ അഭ്യസിക്കാൻ എന്ന് പറയുന്നത് സ്കൂളിലും കോളേജുകളിലും എല്ലാം പോയി മണിട്ടു. എന്നിട്ട് അവർക്ക് ഒരു മാറ്റവും ഇല്ല. അത്
അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് വിദ്യാഭ്യാസം ചവറാണ്, നിങ്ങൾ എന്തിനാ വിദ്യാഭ്യാസം ചെയ്തതെന്ന്. ഇപ്പോൾ ആളുകൾ പലരും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നിങ്ങൾ തന്നത് ഒരു ലോകത്തിന്റെ വലിയ അമൂല്യമായ വ്യക്തിയാണെന്ന്, നാഗ എന്ന് പറയുന്ന വ്യക്തി. കാരണം ഇവിടെ കുഗ്രാം കണ്ടില്ലേ, കുഗ്രാമാണ്. നിങ്ങൾ ഇവിടെ നേരിട്ട് വന്നപ്പോൾ തന്നെ അറിയാം, വഴി നേരവണ്ണം ഉള്ളതില്ല, കാട് പിടിച്ച വഴി, കുഗ്രാമമാണ്. വിദ്യാഭ്യാസം അധികം ഉള്ളവരൊന്നും അല്ല ഇവിടെ. എന്നാൽ ആണെന്ന് ധരിക്കുന്നവരും കൂടിയ. പൊങ്ങച്ചത്തിനും ഡെമ്പിനും യാതൊരു, മനസ്സിലായോ, ഒരു കുറവുമില്ല. ഞാൻ വലുത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. എന്നാൽ അവരുടെ വീട്ടിലേക്ക് ആളുകളൊക്കെ ചെല്ലുന്നതാണ്, നമുക്കൊരു കുഴപ്പമില്ല. നമ്മളത് അന്വേഷിക്കാനും പോകുന്നില്ല, ഞാൻ ചോദിക്കാനും പോകുന്നില്ല, അന്വേഷിക്കാനും സമയമില്ല. എനിക്ക് സമയമില്ല. എനിക്ക് നോക്ക്, അതെല്ലാം തുടച്ച് രാവിലെ ആയപ്പോഴേ അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്കും. ഇനി ഇതിന് വൃത്തിയാക്കണം. ഇത് പിന്നെ എന്താ ബാങ്കുകളിൽ കണ്ടോ, ബാങ്കുകളിൽ ദാനധർമ്മം, ഇതെല്ലാം ലിസ്റ്റുകളാണ് ആളുകളുടെ. അവർക്കൊക്കെ ദാനധർമ്മം ചെയ്യണം, ബാങ്കിൽ പൈസ ഇട്ട് കൊടുക്കണം. അതിന് ജോലിക്കാരുണ്ട്, ഇവിടെ ജോലിക്കാർ വരും, അവർക്ക് പൈസ കൊടുക്കണം, ക്യാഷ് കൊടുക്കണം. അപ്പോൾ എനിക്ക് എൻ്റേത് മാത്രമുള്ള ജോലികളും കാര്യങ്ങളുമായിട്ട് പോകുമ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ എനിക്ക് സമയമില്ല. മറ്റുള്ളവരുടെ വീട്ടിൽ ആരൊക്കെ വന്നു പോകുന്നു, ആരൊക്കെ വരുന്നു, അഥവാ ഇനി ആരെങ്കിലും പോയാൽ തന്നെ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത്, എന്തിനാണ്, ഞാൻ അങ്ങനെ ചോദിക്കില്ല. കാരണം അതൊക്കെ വെറും ചീപ്പ് പരിപാടിയാ. നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത്, എന്തിനാ അവിടെയൊക്കെ പോകുന്നത്, പോയിട്ട് എന്താണ് നിങ്ങൾക്ക് കാര്യം? ഇവിടെയൊക്കെ ആളുകൾ പോകുമ്പോ ഞാൻ അങ്ങനെ ചോദിക്കാറില്ല, മഹാ ചീപ്പ്. എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? വെറും നെറുകെട്ട ചോദ്യങ്ങളാണ് ഇവരൊക്കെ ചോദിക്കുന്നത്. ഞാൻ അതാണ് പറഞ്ഞത്, പക്ക കുഗ്രാമമാണ്. അവിടെ ഒരു വലിയൊരു ടർഫ് വീടുണ്ട്. ടർഫ് വീട്ടിൽ ഒരാൾ കൈ കഴുകാനായിട്ട് ഒരു 55-60 വയസ്സോളം ഞങ്ങൾക്ക് അറിയില്ല. ഇവിടെ ഇങ്ങോട്ട് വലിയൊരു ടർഫ് വീട്, ഒരു മതില് പണിയുന്ന തൊട്ടിപ്പുറത്തെ വീട്, മതില് പണിയുന്നുണ്ട് അവിടെ. അതിന്റെ തൊട്ടിപ്പുറത്തെ ഞങ്ങൾക്ക് അറിയില്ല. ഇവിടെ ആയിരിക്കും, ഇവിടെ അടുത്തായിരിക്കും. ഇവിടെ അടുത്ത്, തൊട്ടടുത്ത്. ഇങ്ങോട്ട് ഈ ഇറങ്ങുന്നവർക്കാണോ? ആ ആളൊക്കെ ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇവിടെ വന്നിട്ടുള്ളതാണ്. ഇവിടെ അവര് രാഷ്ട്രീയ പാർട്ടിക്കാർ കൂടുന്ന എല്ലാരും ഇവിടെ വരും, വോട്ട് പിടിക്കാനായിട്ട് ഇവിടെ എല്ലാരും വരും. മനസ്സിലായോ? എന്നിട്ട് ഒറ്റയ്ക്ക് കാണുമ്പോൾ പറയാൻ നമുക്കറിയില്ല. എന്നെ വന്ന് അമ്മേന്നൊക്കെ വന്ന് വിളിച്ചിട്ടൊക്കെ പോയിട്ടുള്ളവരാണ്. ഒറ്റയ്ക്ക് നിങ്ങളെപ്പോലുള്ളവർ വരുന്നുണ്ടേ, നമുക്കറിയില്ലെന്ന് പറഞ്ഞു. ഇവിടെ എന്തിനാ ഗ്യാസ് കണക്ഷന് വണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയപ്പോഴേ അതേ വീട്ടിൽ തന്നെ ഒരു അംഗം പറയാണ്, സഹോദരന്റെ പേര് ചോദിച്ചപ്പോ, എന്റെ വീട്ടിലെ സഹോദരന്റെ പേര് ചോദിച്ചപ്പോ ഏതാ ഞങ്ങൾക്ക് അറിയില്ലെന്ന്. അപ്പൊ ആ ആളിന് അവരുടെ സ്വഭാവം മനസ്സിലായി. അവര് തന്നെ അവരെ നശിപ്പിക്കുകയാണ്. മെന്റലി സൈക്കോളജി മനസ്സിലായോ? അവര് തന്നെ അവരെ ചീത്തയാക്കിക്കൊണ്ടേയിരിക്കോ. ഞാനല്ല അതിന് ഉത്തരവാദി. അത് പൂവിരിക്കുന്ന സ്ഥലം മണുണ്ടാവും, അവരിയ്ക്കുന്ന സ്ഥലത്ത് ദുർഗന്ധമാണ്. ഒരു സ്ഥലത്ത് ഇരിക്കണമെങ്കിൽ അത് ദുർഗന്ധം പുറത്തായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാനല്ല അതിന് കുറ്റക്കാരെ. അവരെ ആരെങ്കിലും നെഗറ്റീവ്, ഇവിടെ വരുന്നവരൊക്കെ ഈ ചുറ്റുവട്ടത്തുള്ളവരെ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. അതിന് വളം വെച്ച് കൊടുക്കുന്നതും അതിന് കാരണമായി തീരുന്നതും അവര് തന്നെയാണ്. അവരെ വളരെ മോശക്കാരായിട്ട് പുറത്തുള്ളവർ പറയുന്നതിന് കാരണം ഞാനല്ല. ഇപ്പൊ തന്നെ ഇത്രയും ആളുകൾ വന്ന് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ഇവരെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുക. അതിന് ഞാനുള്ള കാരണം അവര് തന്നെ അവരെ പറ്റി മോശം അഭിപ്രായം പറയുവാനുള്ള എല്ലാ സിറ്റുവേഷനും സാഹചര്യവും സന്ദർഭവും അവര് തന്നെ ഉണ്ടാക്കി പുറം ലോകത്തേക്ക് വിടുകയാണ്. മാറ്റമുണ്ടാവും. അവര് കുറച്ചു നാൾ കഴിയുമ്പോ അവർക്ക് അനുഭവം ഉണ്ടാകുമ്പോ ഒരു മാറ്റം അവര് സ്വയം മാറിക്കോളും. അല്ല, അതിനെ അവർക്കൊന്നും എഴുന്നേറ്റം ഉണ്ടാവുന്നില്ല. ഒരു വീട് വെക്കുന്നു, മതിൽ കെട്ടുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴും അവർ മതിൽ വെച്ച് തീർക്കുവാണ്. എന്ത് കാര്യത്തിന്? ആ നിമിഷ നേരം കൊണ്ടുള്ള മതിൽ കെട്ടലുകൾ അത് ഇടിഞ്ഞു പോകത്തേ ഉള്ളൂ. മതിൽ കെട്ടേണ്ടതാണ് കെട്ടാൻ, കെട്ടാതിരിക്കുക എന്തുവേണം. അപ്പോഴും അവരുടെ
അവരുടെ ഉള്ളിൽ അവര് ബന്ധനസ്ഥരായി കിടക്കാൻ ആഗ്രഹിക്കുന്നു. മതിൽക്കെട്ടിനുള്ളിൽ പെട്ടുകിടക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അതെ അതെ, മനസ്സിലായോ? മതിൽ കെട്ടി അതിനുള്ളിൽ അവര് കിടക്കുകയാണ്. അവരുടെ ലോകം ഈ ചുറ്റുവട്ടത്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്റെ ലോകം അതല്ല. ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ നാഗാസൈരന്ദ്രി ഇപ്പം നിറങ്ങി നിൽക്കുക. പക്ഷെ ഇവരെ ഈ മതിൽക്കെട്ടിനകത്ത് മാത്രമേ കാണുന്നുള്ളൂ. എത്ര മനോഹരമായ കാര്യങ്ങളായി ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ പറഞ്ഞോളൂ. അല്ല, പോയിക്കൊണ്ടിരിക്കുക, കുഴപ്പമില്ല. ഇത് മരുന്നിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇത് തൈലാണ്. അത് ഞാൻ വേദന കരിയോ കാലം ഇതില് വേണ്ടെന്ന് വെച്ചിട്ടില്ല, ഇതില് വേണ്ടെന്ന് വെച്ചിട്ടില്ല. നല്ലതല്ലേ? അല്ല, പിന്നെ നമുക്ക് ആയം പോലെ സാവധാനം ഞാൻ ഇപ്പൊ വന്നു കയറിയല്ലേ. ഓ, അങ്ങനെ. അതുകൊണ്ടല്ലേ. ശരിയെങ്കിൽ